നമ്മളിന്ന് സന്ദർശിക്കുന്ന സ്ഥലം ഗംഗൈകൊണ്ട ചോളപുരം എന്നാണ് അറിയപ്പെടുന്നത്. ഇന്നേക്ക് 1000 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1023 തഞ്ചാവൂർ തലസ്ഥാനമായി ഭരിച്ചിരുന്ന ചോള സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഇവിടേക്ക് മാറ്റപ്പെടുന്നു. രാജരാജ ചോളൻ്റെ മകനും ഗംഗാനദി പിടിച്ചടക്കിയ ചോള രാജാവ് എന്നർത്ഥം വരുന്ന രീതിയിലുള്ള ഗംഗൈകൊണ്ട ചോളനെന്നും അറിയപ്പെട്ടിരുന്ന രാജേന്ദ്ര ചോളൻ്റെ ഭരണകാലത്താണ് ഇങ്ങനെ തഞ്ചാവൂരിൽ നിന്ന് ഇവിടേക്ക് ഭരണ തലസ്ഥാനം മാറ്റപ്പെട്ടത്. തൻ്റെ തലസ്ഥാന നഗരിയിൽ രാജേന്ദ്ര ചോളൻ്റെ നിർദ്ദേശപ്രകാരമാണ് 1027 1000 വർഷങ്ങൾക്കിപ്പുറവും തലയുയർത്തി നിൽക്കുന്ന ഈ ശിവക്ഷേത്രത്തിൻ്റെ നിർമ്മിതികൾ ആരംഭിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ മുൻവശത്തുള്ള ഗോപുരം പാതി പൂർത്തീകരിച്ച രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. 1836 ബ്രിട്ടീഷ് ഭരണകൂടം ഇത് പൊളിച്ചുകൊണ്ടുപോയി കൊല്ലിയുടെ ആറിന് കുറുകെയുള്ള ലോവർ അണക്കെട്ടിന് പാലം പണിതുവെന്ന് വളരെ വിഷമത്തോടുകൂടിയാണ് അറിയാൻ സാധിച്ചത്. നിലവിൽ ദേശീയ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിലേക്ക് നടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന വലിയ 2 ദ്വാരപാലകരെയാണ്. അച്ഛനായ രാജരാജ ചോളൻ തഞ്ചാവൂരിൽ നിർമ്മിച്ച പ്രഗതീശ്വര ക്ഷേത്രത്തിൻ്റെ അതേ മാതൃകയിലാണ് മകനായ രാജേന്ദ്ര ചോളനും ക്ഷേത്രം നിർമ്മിക്കാൻ ആഗ്രഹിച്ചത്. ഇന്ന് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടമുള്ള ഈ ക്ഷേത്രം ദ ഗ്രേറ്റ് ലിവിംഗ് ടെമ്പിൾസ് ഓഫ് ചോള എംപയർ എന്ന ഗണത്തിൽ വരുന്ന 3 ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. മറ്റ് 2 ക്ഷേത്രങ്ങളിൽ ഒന്ന് അച്ഛനായ രാജരാജ ചോളൻ തഞ്ചാവൂരിൽ നിർമ്മിച്ച പ്രഗതീശ്വര ക്ഷേത്രവും മറ്റൊന്ന് രാജേന്ദ്ര ചോളൻ്റെ മകനായ രാജേന്ദ്ര ചോളൻ രണ്ടാമൻ നിർമ്മിച്ച താരാസുരത്തെ ഐരാവതേശ്വരം ക്ഷേത്രവുമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പണികൾ 9 വർഷങ്ങൾ കൊണ്ട് പൂർത്തിയായതായിട്ടാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. അതായത് 1035 പണികൾ പൂർത്തിയായി. ക്ഷേത്രത്തിൻ്റെ മുഖ്യ കവാടം കടന്നു വരുന്ന നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഒരു സുവർണ്ണ കൊടിമരമാണ്. ക്ഷേത്ര കൊടിമരത്തിന് മുൻപിലായി ബലിക്കൽ സ്ഥിതി ചെയ്യുന്നു. അതിനുശേഷം ഭീമാകാരമായ ഒരു നന്ദിയുടെ രൂപമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി കരിങ്കല്ലിലല്ല, ചുണ്ണാമ്പ് കല്ലിലാണ് ഈ നന്ദിയുടെ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും 200 മീറ്റർ അകലെയായിട്ടാണ് ഈ നന്ദിയുടെ ഇരിപ്പിടം. നന്ദിയുടെ അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന 140 കൽത്തൂണുകളുള്ള ക്ഷേത്ര കൽമണ്ഡപത്തിനും അതിനപ്പുറത്തുള്ള ശ്രീകോവിലിൻ്റെ ഭാഗത്തേക്കും പകൽ സമയത്ത് നന്ദിയുടെ പുറത്ത് വീഴുന്ന സൂര്യരശ്മികൾ പ്രതിഫലിക്കുന്ന രീതിയിലാണ് ചുണ്ണാമ്പ് കല്ലിലുള്ള ഇതിൻ്റെ നിർമ്മിതി. 256 കൊല്ലക്കാലം ചോള സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമായിരുന്ന ഗംഗൈകൊണ്ട ചോളപുരത്തെ കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളുമെല്ലാം പിൽക്കാലത്ത് പാണ്ഡ്യരാജ്യത്തിൻ്റെ ആക്രമണത്തിലും മുസ്ലിം പടയോട്ട കാലത്തും നശിക്കപ്പെട്ടപ്പോൾ ഈ ഒരു ക്ഷേത്രം മാത്രം എങ്ങനെ അതിനെയെല്ലാം അതിജീവിച്ചു എന്നുള്ളത് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. പൗരാണിക കാലത്ത് ഇന്ന് ഈ ക്ഷേത്രം നിലകൊള്ളുന്ന സ്ഥലത്ത് വെച്ച് വനസുർ എന്ന് പറയുന്ന ഒരു ശിവഭക്തൻ ഭഗവാനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തുകയും വരമെന്നോണം ഗംഗയെ ഇവിടേക്ക് ഒഴുക്കി തനിക്കതിൽ സ്നാനം ചെയ്യണമെന്ന് പറഞ്ഞത് പ്രകാരം ഭഗവാൻ തൻ്റെ ഭക്തൻ്റെ ഇഷ്ടം ഗംഗയെ ഇവിടേക്ക് ഒഴുക്കി സാധിച്ചു കൊടുത്തു എന്നും പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൻ്റെയും ചുറ്റുമതിൽ പോലുള്ള ഭാഗങ്ങളൊക്കെ തകർക്കപ്പെട്ട രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ക്ഷേത്ര കോമ്പൗണ്ടിനകത്തുള്ള ചെറിയ ചെറിയ ഉപക്ഷേത്രങ്ങളിലും ചിലതൊക്കെ തകർക്കപ്പെട്ടിട്ടുണ്ട്. എന്നോ തകർക്കപ്പെട്ട ഒരു ഉപദേവാലയത്തിൻ്റെ ശേഷിപ്പുകളാണിതൊക്കെ. നിരവധി നാട്ടുരാജ്യങ്ങൾ പിടിച്ചടക്കിയിരുന്നതിനാൽ ഗംഗൈകൊണ്ട ചോളനായ രാജേന്ദ്ര ചോളനെ യുദ്ധമല്ലൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ചോള സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു കേരളവും ശ്രീലങ്കയും തമിഴ്നാടും ആന്ധ്രാപ്രദേശും കർണാടകയും ബീഹാറും ഒറീസയും ബംഗ്ലാദേശും മലേഷ്യയും തായ്ലാൻഡും ഇന്തോനേഷ്യയും ഒക്കെ. അങ്ങനെ പല നാട്ടുരാജ്യത്തിൻ്റെ മുകളിലും നേടിയ വിജയത്തിൻ്റെ ഓർമ്മയ്ക്കൊന്നോണം അവിടെ നിന്ന് സമ്മാനമായി ലഭിച്ചതും പിടിച്ചെടുത്തതുമായിട്ടുള്ള ദൈവീക ശില്പങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ തറ മാത്രമായി കിടന്നിരുന്ന ഉപദേവാലയത്തിന് അപ്പുറത്തായി മറ്റൊരു ഉപദേവാലയം നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും പ്രതിഷ്ഠകളൊന്നും ഉണ്ടായിരുന്നില്ല.
ഈ ഉപദേവാലയത്തിൽ നിലവിൽ പ്രതിഷ്ഠയൊന്നുമില്ലെങ്കിൽ പോലും മനോഹരമായ ശില്പങ്ങൾ കൊണ്ട് ഈ ഭിത്തി അലങ്കരിച്ചിരിക്കുന്നു. ഗണപതിയുടെ പ്രതിഷ്ഠയുള്ള ഒരു ഉപദേവാലയമാണിത്. കണക്ക് വിനായകർ എന്നും കനക വിനായകർ എന്നും ഭഗവാൻ ഇവിടെ അറിയപ്പെടുന്നു. കയ്യിലൊരു എഴുത്താണിയുമായിട്ടാണ് ഭഗവാന്റെ പ്രതിഷ്ഠ. രാജേന്ദ്ര ചോളന്റെ അച്ഛൻ നിർമ്മിച്ച ബൃഹദീശ്വര ക്ഷേത്രത്തിന്റെ അതേ മാതൃകയിലാണ് ഈ ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുവല്ലോ. അച്ഛനോടുള്ള ബഹുമാനാർത്ഥം ബൃഹദീശ്വര ക്ഷേത്രത്തിന്റെ വിമാനത്തെക്കാൾ 10 അടി കുറച്ചിട്ടാണ് ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ വിമാനം രാജേന്ദ്ര ചോളൻ പണി കഴിപ്പിച്ചത്. 9 നിലകളുള്ള ഈ ക്ഷേത്ര വിമാനത്തിന്റെ പൊക്കം 180 അടിയാണ്. ഈ ക്ഷേത്ര വിമാനത്തിന്റെ നിർമ്മാണത്തിലുള്ള പ്രത്യേകതകൾ കാരണം ഒരിക്കലും ഇതിന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നതല്ല. ഇതാണ് തമിഴ്നാട്ടിലെ ഏറ്റവും പൊക്കമുള്ള രണ്ടാമത്തെ ക്ഷേത്ര വിമാനം. ഇതിലും അല്പം കൂടി പൊക്കം കുറഞ്ഞ ക്ഷേത്ര വിമാനമാണ് രാജേന്ദ്ര ചോളന്റെ മകനായ രാജേന്ദ്ര ചോളൻ രണ്ടാമൻ ധാരാസുരത്ത് നിർമ്മിച്ച ഐരാവതേശ്വരം ക്ഷേത്രത്തിനുള്ളത്. 3 തലമുറകളിൽപ്പെട്ട 3 രാജാക്കന്മാർ നിർമ്മിച്ച മഹത്തരമായ 3 ക്ഷേത്രങ്ങൾ. വീണ്ടും ഗംഗൈ കൊണ്ട ചോളാപുരത്തേക്ക് മടങ്ങി വരാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠയാണ് ഈ ഒരു ക്ഷേത്രത്തിലുള്ളത്. ഏകദേശം 13 അടിയോളം ഉയരമുള്ള ശിവലിംഗ പ്രതിഷ്ഠയുടെ ചുറ്റളവ് എന്ന് പറയുന്ന 60 അടിയാണ്. ഇവിടുത്തെ പൂജാരിമാർ പീഠത്തിൽ നിന്നാണ് ഭഗവാന് അഭിഷേകവും മറ്റും നടത്താറുള്ളത്. തഞ്ചാവൂർ ബൃഹദീശ്വരം ക്ഷേത്രത്തിലെ ശിവലിംഗം പുരുഷാംശവും, അതായത് ഉരൽ രൂപത്തിലും, ഇവിടുത്തെ ശിവലിംഗം സ്ത്രീ അംശമായ നളിനമായ ഉടുക്ക് രൂപത്തിലുമാണെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ ശിവലിംഗത്തിനടിയിൽ ചന്ദ്രകാന്തക്കല്ല് സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീകോവിലിൽ ചൂട് കാലത്ത് തണുപ്പും തണുപ്പ് കാലത്ത് ചെറിയ ചൂടും അനുഭവപ്പെടും. ക്ഷേത്രത്തിന്റെ മറുവശത്തേക്ക് നമ്മൾ എത്തുമ്പോൾ 3 ഉപദേവാലയ പ്രതിഷ്ഠകൾ കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യമായി പാർവതി ദേവി പെരിയ നായികയായി വാഴുന്ന ശ്രീകോവിലാണുള്ളത്. മറ്റൊന്ന് രാജേന്ദ്ര ചോളന്റെ കുലദേവുമായ ചണ്ഡികേശ്വരിയുടെയും, മൂന്നാമതായി ഉള്ളത് 9 വയസ്സുള്ള ബാലികയായി 20 കൈകളോടുകൂടി വാഴുന്ന മഹിഷാസുര മർദിനിയാണ്. ഇവിടെ തൊഴുത ശേഷം മാത്രമാണ് രാജേന്ദ്ര ചോളൻ ശിവഭഗവാനെ ദർശനം നടത്തിയിരുന്നത്. ഇതാണ് ഈ മഹാക്ഷേത്രത്തിൻ്റെ വശക്കാഴ്ച. ഈ കാണുന്നത് മണ്ഡപമാണ്. 140 കൽത്തൂണുകളുള്ള മണ്ഡപം. അതിനുശേഷമാണ് ശ്രീകോവിൽ. നന്ദിയിൽ നിന്ന് ആ ശ്രീകോവിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 200 മീറ്ററാണ്. ക്ഷേത്ര പരിസരങ്ങളിൽ നിന്നും മറ്റും കണ്ടെത്തിയിട്ടുള്ള ശില്പങ്ങളാണ് ഇവിടെ ഇങ്ങനെ വാർത്തു വച്ചിരിക്കുന്നത്. ഇങ്ങനെ വാർത്തു വെക്കുവാനുള്ള കാരണം മോക്ഷണം തന്നെ. സ്വദേശികളും വിദേശികളുമായിട്ടുള്ള പലരും തന്നെ ഇവിടുത്തെ ശില്പങ്ങളും കല്ലുകളും മറ്റും കടത്തിക്കൊണ്ട് പോയിട്ടുള്ളതായിട്ടാണ് അറിയാൻ സാധിച്ചത്. ഈ ക്ഷേത്രവിമാനത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന സ്വർണത്തിൽ തീർത്ത താഴികക്കുടം പോലും ഏതോ കാലത്ത് മോഷണം പോയതാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എങ്ങനെ ഗംഗൈ കൊണ്ട ചോളാപുരമായി എന്നുകൂടി അറിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ കഥ പൂർണ്ണമാകും. ഗംഗയുടെ സമതലം വരെ പിടിച്ചടക്കിയ രാജേന്ദ്ര ചോളൻ ഗംഗൈ കൊണ്ട ചോളൻ, അതായത് ഗംഗ പിടിച്ചടക്കിയ ചോളനായി മാറി. താൻ പിടിച്ചടക്കിയ നാട്ടുരാജ്യങ്ങളുടെ സഹായത്താൽ സ്വർണ്ണകുംഭത്തിൽ ഗംഗാ നദിയിൽ നിന്ന് വെള്ളം എത്തിച്ചാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള കുംഭാഭിഷേകം നടന്നത്. അങ്ങനെ ശിവലിംഗത്തിൽ അഭിഷേകം നടത്തിയ ഗംഗാജലം ഒഴുക്കിവിട്ടത് അടുത്തുള്ള ഈ ഒരു കിണറ്റിലേക്കാണ്. അപ്പുറത്ത് വട്ടത്തിൽ കാണുന്ന ആ ഒരു കിണറ്റിലേക്കുള്ള വഴിയുടെ കവാടമാണ് രാജ്യത്തിൻ്റെ ചിഹ്നമായിരുന്ന സിംഹത്തിൻ്റെ രൂപത്തിൽ കെട്ടിയെടുത്തിരിക്കുന്നത്. ഇന്നിത് സിംഹക്കിണറായിട്ടാണ് അറിയപ്പെടുന്നത്. ആ കാലത്ത് ഈ കിണർ ചോളഗംഗമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. അക്കാലത്തൊക്കെ രാജേന്ദ്ര ചോളൻ ക്ഷേത്ര ദർശനത്തിനെത്തുമ്പോൾ ചോളഗംഗയായ കിണറിന് സമീപത്തെത്തി അതിൽ നിന്ന് വെള്ളമെടുത്ത് ശിരസിൽ കുടഞ്ഞതിന് ശേഷം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ഷേത്ര ദർശനം. അങ്ങനെ ക്ഷേത്രത്തിന് ഒരു പ്രദക്ഷിണം വെച്ച് നമ്മൾ ആദ്യം കണ്ട നന്ദി ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. അക്കാലത്ത് നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ പടവുകളൊക്കെ ഇങ്ങനെ സൈഡിലൂടെയാണ്. അനേകം രാജാക്കന്മാരും മഹാന്മാരും കയറിയിട്ടുള്ള 1000ഓളം വർഷങ്ങൾ പഴക്കമുള്ള ആ പടവുകൾ കയറി ഞങ്ങളും ശിവഭഗവാന്റെ നടയിലേക്ക് പോവുകയാണ്. അങ്ങനെ കയറി ചെല്ലുമ്പോൾ നമുക്ക് ഇരുവശത്തുമായി കാണാൻ സാധിക്കുന്നത് 10 അടിയിലേറെ ഉയരമുള്ള 2 ദ്വാരപാലകരെയാണ്.
ആ വാതിലിനരികിലായി ഗണപതിയുടെ ഒരു പ്രതിഷ്ഠയും നമുക്ക് കാണാൻ സാധിക്കും. ഇനിയുള്ള കാഴ്ചകൾ നിങ്ങൾ നേരിട്ട് വന്ന് കാണേണ്ടതാണ്. ലോകത്തിലേക്ക് ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് തൊഴണം. വീഡിയോ കണ്ട ഏവർക്കും നന്ദി. ഓം നമഃ ശിവായ.